ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ പെട്ടിങ് കടക്കൊക്കെ എടുത്ത് ഞാൻ വീണ്ടും നമ്മുടെ തിരുവനന്തപുരം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് പോകണം. ഇന്ന് പോയിട്ട് ഒരു എത്ര മണിക്കാണ് ട്രെയിൻ? 3:45 എത്ര മണിക്കാണ് ട്രെയിൻ? അവിടെ നിന്ന് അവർ പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഞാൻ പോട്ടെ. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, സാപ്പിടണം. ഇവിടെ നിന്ന് പുട്ട കഴിച്ച് വയറ്റിൽ നാക്കിയിട്ടായിട്ട് പോകണേ. ഇപ്പോൾ അടുത്തുമ്പോൾ ഒരു 7:30 സമയം, 8 മണി, 8:30, ഒരു 9 മണിക്കാവും തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവാണ് ഗായ്സ്. ഞാൻ അവിടെ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 3:40 റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ, പക്ഷേ 2:45 എത്തും. ഭയങ്കര കൃത്യനിഷ്ഠത. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ട്രെയിൻ പോവില്ല. കാരണം നമ്മളങ്ങനെ ട്രിവാൻഡ്രം കാല് കുത്തിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മളിതാ ട്രിവാൻഡ്രം സിറ്റി എത്തി. അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു, നമ്മളെ റൂമിലാക്കി. ഇനി ഇവിടുത്തെ ഇറങ്ങണം. വയ്യ ഗൈസ്, വയ്യ. ഇനി നാളെ 6 മണിക്ക് നമുക്ക് എണീക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ കിടന്നുറങ്ങിയാൽ 6 മണിക്ക് എണീക്കുള്ളൂ. ഗൈസ്, ഞാനൊരു അൽഫാം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റഹ്മ റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു? പരവങ്കുന്നിലേക്ക് വന്നതാണ് കേട്ടോ. കഴിച്ചു അൽഫാമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ചേച്ചി പോലെ ഒരു സ്പെഷ്യൽ ജ്യൂസൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ജ്യൂസ് എന്ന് ഓർഡർ ചെയ്തിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇവര് സ്പെഷ്യൽ ജ്യൂസാണ്. മാനേജർ അങ്ങോട്ട് പോയിട്ട് പോകുന്നതാണ് മാനേജറുടെ പേരെന്താ പറഞ്ഞത്? അസിസ്റ്റന്റ് മാനേജർ. അതെ, മറ്റേ മാനേജർ അവിടെ ഉണ്ട്. ആ മാനേജർ ഇപ്പോൾ സംസാരിച്ച് പോയുള്ളൂ. അപ്പോൾ ഇവരുടെ ജ്യൂസ് എന്തോ സ്പെഷ്യൽ ജ്യൂസാണ്. ഷമാമും മാംഗോ ഒക്കെ അടിച്ചിട്ടുള്ള ജ്യൂസാണെന്ന് പറയുന്നത്. നമുക്ക് കുടിച്ച് നോക്കാം സംഭവം. മധുരം അധികമല്ലേ? ഞാൻ പറഞ്ഞ ഷുഗർ ഡയറ്റ് ആണ്, മധുരം അധികം പാടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. സംഭവം കൊള്ള അടിപൊളി. നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ അവിടെ. നമുക്ക് ഫുഡ് തരലും അതുപോലെ തന്നെ നല്ല സ്നേഹം പ്രകടിപ്പിക്കാറുള്ള ആൾക്കാരാണ്. ചില ആൾക്കാരുണ്ട് പ്രകടിപ്പിക്കാറില്ല, പക്ഷെ നമുക്ക് നന്നായി പ്രകടിപ്പിക്കാൻ അറിയാം. താങ്ക് യു സോ മച്ച്. ഹായ് പറഞ്ഞോ. പേരെന്തായിരുന്നു? പേര് ചോദിച്ചില്ല. ജോൺ എന്നല്ലേ നേരത്തെ പറഞ്ഞ? അതെ, പ്രശാന്ത് ജോൺ ആണ്. കുറേ ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ്. 10 ഡിഗ്രി ഉണ്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്ര നല്ല ജ്യൂസ് തന്നതിനും. മറ്റേ അസിസ്റ്റന്റ് മാനേജർ ഞാൻ പറഞ്ഞല്ലോ, ആളാണ് കേട്ടോ. അടിപൊളിയാണ്. കസ്റ്റമറിന്റെ സർവീസ് നന്നായിട്ട് അറിയണ ഒരു വ്യക്തിയാണ് കേട്ടോ. ആൾക്കാർ സോപ്പിട്ട് പയക്കി ഫുഡ് കഴിപ്പിക്കും. അപ്പൊ എന്തായാലും വേഗം ആൾക്കാർ ഹോട്ടലിലേക്ക് അന്വേഷിച്ച് പിടിച്ച് വന്നതാണ്. നല്ല ഫുഡാണ്. അപ്പൊ കഴിച്ചത് രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന നിപ്പാണ്. ഈ സീരിയലുകാരുടെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാ സീരിയലും അങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ 6 മണിക്ക് നമ്മുടെ വണ്ടി വരും കൊണ്ടുപോകാനായിട്ട്. 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 9:30 ഷൂട്ട് ചെയ്യിക്കാം. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ സമ്മതിക്കണം അല്ലേ? രാവിലെ 6 മണിക്ക് എണീറ്റ് നമുക്ക് ജോലി ഉണ്ടെന്നുള്ളത് എന്തായാലും എണീറ്റ് ശീലമാവുമല്ലോ. എന്നും സീരിയലിലെ ആൾക്കാർക്ക് അത് ശീലമായിരുന്നു. പക്ഷേ ഞാൻ 6 മണിക്ക് അങ്ങനെ എണീക്കാറില്ലല്ലോ. അതൊരു പതില്ലാത്ത കാര്യമാണ് 6 മണിക്ക് എണീക്കുന്നത്. വല്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 6 മണിക്ക് എണീക്കും കേട്ടോ. അപ്പോൾ ഇന്ന് 6 മണിക്ക് എത്തിയപ്പോൾ നല്ല ഉറക്കം വരുന്നത്. നിങ്ങൾക്ക് എൻ്റെ മോങ്ങടം തന്നെ മനസ്സിലാവും. ഞാൻ ഉറക്കപ്പിച്ചിലാണ് ഇരിക്കണേ. മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് അവിടെ പോയിട്ട് അവർ നമുക്ക് മേക്കപ്പ് ഇത് സെറ്റാക്കി തരും. ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുള്ളൂ. ഇനി 6 മണിയാകുമ്പോൾ ചേട്ടൻ വരും, വണ്ടിയും കൊണ്ടുവരും അവർ. നമ്മളവിടെ നിന്ന് കൊണ്ടുപോകും. ലൊക്കേഷനിൽ കൊണ്ടുപോയിട്ട് ഷൂട്ട് തുടങ്ങും. ഞാൻ അവിടെ പോയിട്ട് കാണിക്കാം ബാക്കി. ഓക്കെ, നമ്മുടെ വണ്ടി വന്നു ഗൈസ്. നമ്മളങ്ങനെ എത്തി. അതാണ് നമ്മുടെ ലൊക്കേഷൻ. ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരാൾ നടക്കുന്നുണ്ട്, ഡയറക്ടർ സാർ അവിടെ ഉണ്ട്. നമ്മളിനി ഡ്രസ്സ് മാറട്ടെ അല്ലേ? കോസ്റ്റ്യൂം മാറിയിട്ട് വരാം. നമ്മളങ്ങനെ കോസ്റ്റ്യൂം മാറിയിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നതാണ്. വീണ്ടും നമ്മുടെ സുനിലേട്ടൻ തന്നെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നന്ദു പിന്നെ ഓൾറെഡി ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഞാൻ ഒറ്റയ്ക്ക് ചെയ്യില്ലായിരുന്നു. എല്ലാത്തിലും പൈസ ഉണ്ടാക്കാൻ പിന്നെ അല്ലാതെ വേണ്ടേ? അല്ല പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ. നമ്മുടെ സുനിലേട്ടൻ്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് നമുക്ക് ഒരിടം കാണിച്ചെന്നാണ്. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുണ്ട് സെറ്റല്ലേ? എന്താ ഷൂട്ടിന് പോകാം ഗൈസ്. ഷൂട്ടിന് അവിടെ നന്ദു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇന്നും വെയിലത്ത് കിടന്ന് ഓടും. ഇഷ്ട ചേട്ടാ ചിരിക്കുമ്പോ ടോയ്ലറ്റ് ഉണ്ട്. രണ്ടാളും കുഞ്ഞു പറയാം ചിരിക്കൂ. അയ്യോ, അവിടെ ജയൻ മരിച്ചിട്ടില്ലേ? ഭയങ്കര വർത്താനാണ്. ആ ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണല്ലോ അല്ലേ? ഓ, എല്ലാം വിഷ്ണുമാരാണല്ലോ അല്ലേ? മറ്റേ ഇതിൽ പറഞ്ഞല്ലേ വിഷ്ണുസൊക്കെ. കോഴികളുടെ പേരെന്താ? വിഷ്ണുകൾ എന്നൊക്കെ വീഡിയോസ് കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്.
യൂട്യൂബ് ചാനലൊക്കെയുള്ള മറ്റേ സിൽവർ പ്ലേ ബട്ടണിലുള്ള ആളാണ് കേട്ടോ. ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്ര വലിയ. നമ്മളങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദൂടെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് മുടി ഊരി പോലും ഇല്ല എന്നുള്ള കൺഫ്യൂഷനിലാണ്. കൺഫേം ആണല്ലേ? എന്ത് പോയാലും എൻ്റെ മുടി പോവില്ല. മുടി പോവില്ല, മുടി പോവില്ല. ആരവിടെ ഇരിക്കണ കസാരയില് എന്തായിരിക്കണ ഇരിപ്പ്, ട്രെയിനറിൻ്റെ ഇരിപ്പ് നോക്കുന്നു. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് കരിന്ന് വരുന്ന നന്ദു തുഷാരി, ഡയറക്ടർ കറക്റ്റ് തന്നെ തുഷാരി നമ്മളിങ്ങനെ ആരും കുഴപ്പമില്ല. ഞാൻ തിരിഞ്ഞു നോക്കാം ഇടയ്ക്കിടയ്ക്ക്. നന്ദു വിളിക്കുമ്പോൾ 2 വർഷമായിട്ട് ശീലമായിട്ട് നന്ദു എനിക്ക് പിന്നെ വീട്ടിൽ നിന്നേ ശീല. ഞാൻ പോയി ഇപ്പം കഴിക്കട്ടെ കേട്ടോ. എന്നെ എവിടെ വെച്ച് ഇപ്പൊ ആരാ നന്ദു എന്ന് വിളിച്ചാലും ഞാൻ തിരിഞ്ഞു നോക്കാറ്. അതങ്ങനെ എൻ്റെ അനിയത്തിയുണ്ട് നന്ദന, നന്ദു എന്ന് അവളുടെ പേര്. വീട്ടിൽ അവളെ നന്ദു വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതുപോലെ പോയി കഴിക്കട്ടെ. ഈ ഒരു കോളേജിലാണ് ഗൈസ് നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനിങ് ക്യാമ്പ് നടക്കുന്നത് മൊത്തമായിട്ട്. അമ്മേ വയ്യ ഗൈസ്, വയ്യ, തളർന്നു. ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ തളർന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് തളർന്നിരിക്കുന്ന തുഷാരൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ വെയിൽ കൊണ്ട് ഞാൻ വ്ളോഗ് എടുക്കുക. ഇവിടെ വെയിൽ കൊണ്ട് ഞാൻ കറുത്തൂല. ശരിക്കും പറഞ്ഞു ഞാൻ ഫോണിൽ നോക്കുമ്പോൾ മനസ്സിലാവണ കറുത്തു. ഇവിടുത്തെ ചേട്ടന്മാരെയൊക്കെ ഞാൻ കൊല്ലാറായി ഗൈസ്. അവിടെ പൊരിഞ്ഞ് ഷൂട്ട് നടത്തും. ഞാനിവിടെ കസറ്റിലിരിക്കുന്നു. എന്തൊരു സുഖം. കളിയാക്കുന്നല്ലേ? ചിരിച്ചോ. ഞാൻ ഉണ്ണിച്ചനോട് ചിരിച്ചോളാൻ പറഞ്ഞതാ. ഷൂട്ടിൻ്റെ ഇടയിൽ ചാമ്പയ്ക്ക് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. മറച്ചുണ്ട് കണ്ടോ, നിറയെ ചാമ്പയ്ക്കുണ്ട്. ഞാൻ കയ്യോണ്ട് തന്നെ പൊട്ടിക്കുമ്പോഴുള്ള ഫീൽ ഉണ്ടല്ലോ, കാണിച്ചാൽ കണ്ടോ. ഫ്രഷായിട്ട് പൊട്ടിക്കുക, നല്ല പൊളി നിറച്ചുണ്ട്. ഇത്രല്ലേ ചാമ്പയ്ക്ക് പൊട്ടിച്ച് കഴിച്ചിട്ടുള്ളത്. ഇതാ സാറ് കഴിച്ചിട്ട് കയ്യിലിരിക്കണൊക്കെ ഇവരാണ് കഴിച്ചത് കഴിച്ചത്. ഞാൻ അവിടുത്തെ പൊട്ടിക്കണ വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഇവര് പിടിച്ചെന്നെ. അയ്യോ ഞാൻ പേടിച്ചു. ആരാ വരണേന്ന്. യൂണിഫോമൊക്കെ ഇട്ട് പോലീസ് വരുന്നുണ്ട് ഗൈസ്. അതെ കേസാവും. നമ്മൾ കഴിക്കട്ടെ. ഫ്രഷ് ചാമ്പയ്ക്കാ. നമ്മളെ ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ ജീവിച്ച് കാണിച്ചിരുന്ന മുതലാണ്. ചേട്ടൻ്റെ കുറെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ചെമ്മീനിലെ സാധനങ്ങളൊക്കെ തകർത്ത് ചെയ്യുന്ന ചേട്ടനാണ്. ചേട്ടനെയാ പറഞ്ഞോ ഗൈസ്, ഞാൻ പ്രസന്റ് ചെയ്യാം. ഗൈസ് നമ്മളെല്ലാരും വെയിലത്ത് കരിപാട് പോലെ കരിഞ്ഞുണങ്ങിപ്പോയി. കരിപാട്, അതെ, ഉണക്ക മീൻ പോലെ ആയില്ലേ എല്ലാരും. കരിഞ്ഞാൽഫാമില്ലേ ഞാൻ അങ്ങനെ മഹേഷിന്റെ പ്രതികാരത്തിന് നമ്മൾ നോക്കണം, ശ്രദ്ധിക്കും. പാവത്തിന്റെ ഇപ്പൊ ഉണ്ട് അതിനെ അടിച്ചടിച്ചടിച്ചടിച്ച് അതിന്റെ തല പൊട്ടി. അതല്ല തോക്കാൻ വേണ്ടി ജീവിക്കുന്നു ജീവിതം. മഹേഷ് പാവം എന്നാൽ ശരിയാവില്ലേ? ഒട്ടും നമുക്ക് നല്ല തണലത്തായിരുന്നല്ലേ ഷൂട്ട്. അതെ ഞാനൊന്നും ഫ്രൈ ആയിട്ടേ അല്ല. ഇവര് പോന്നുള്ളൂ. ഇവര് ജിം ട്രെയിനേഴ്സ് ആണ് കേട്ടോ. കണ്ടാലേ അറിയാം. കണ്ടില്ലേ കൈയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ? കണ്ടോ കൈയൊക്കെ കണ്ടോ? ഞാൻ ഇങ്ങനെ കൈയൊക്കെ കണ്ടോ? നമ്മൾ ഫുഡ് കരിഞ്ഞ് ഉണങ്ങിയേക്കാണ് ഗൈസ്. നമ്മൾ ഞാൻ അവിടെ ഫുഡ് കഴിക്കാൻ വല്ല പോട്ടെ കേട്ടോ. ഓക്കെ ഞാൻ പോയി. ഓക്കെ ബൈ. ഷോർട്ടായി ബൈ. ഒന്നുമില്ല, എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ പഠിക്കാൻ. കഴിഞ്ഞു മോനെ കഴിഞ്ഞിപ്പോ എൻ്റെ പാത്രത്തിന് കൊടുത്തു ഞാൻ. അതിലുണ്ടോ മീൻ ഭക്ഷണം, പക്ഷെ എടുക്കാൻ പറ്റില്ല. നീ വാവോ പൊന്നുണ്ണി വാവോ, കണ്ണും പൂട്ടി ഉറങ്ങാലോ. പരിപ്പൂടാൻ പഴംപൊരി. ഗൈസ് ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. എൻ്റെ സീനാകുമ്പോൾ ഞാൻ പോവും തിരിച്ചു വരും. വയ്യ തലവേദന എടുക്കുന്നു. നമ്മൾ ഇന്ന് തന്നെ ഞാൻ തിരിക്കും. ഇന്ന് ഞാൻ പോവല്ലോ. സാധന ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ നന്ദു മുടി അയച്ചിട്ട് ഭദ്രകാളി തുള്ളുവാണ് ഗൈസ്.
ഇതാണ് ഞങ്ങളുടെ കോലം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കണ്ടില്ലേ, പറയൂ. എനിക്ക് മുടിയുള്ള കുട്ടിയാണ്. ആ മുടിയുള്ള കുട്ടിയാണ്. അതെ അതെ, കണ്ടില്ലേ. നാച്ചുറൽ കുറേ മുടിയുണ്ട്, പക്ഷെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ല ആളെ. ഓക്കെ ബൈ, വണ്ടി വെയിറ്റ് ചെയ്യും. അയ്യോ ബൈ, ബൈ.